വീക്കിലി വ്ലോഗിലൂടെയായി വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് സൗഭാഗ്യ വെങ്കിടേഷ്. ഡാൻസ് ക്ലാസും പരിപാടികളുമൊക്കെയായി സജീവമാണ് സൗഭാഗ്യ. തിരക്കുകളൊക്കെയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായി മാനേജ് ചെയ്യാറുണ്ട്. വീട്ടിലൊരാളെപ്പോലെയാണ് പെറ്റ്സിനെയെല്ലാം കാണുന്നത്. അവരെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണിക്കാറുണ്ട്. നോൺ വെജ് കഴിക്കാറില്ലെങ്കിലും അവർക്ക് വേണ്ടി ഉണ്ടാക്കാറുണ്ടെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഒരു ബാഡ് ന്യൂസ് പങ്കുവച്ചിരിക്കുകയാണ് സൗഭാഗ്യ. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം സുഹൃത്തുക്കൾക്കൊപ്പമായി റിസോർട്ടിലേക്ക് പോവുകയായിരുന്നു ഇവർ. വെക്കേഷനാണെങ്കിലും തിരക്കായതിനാൽ മോളെ എങ്ങും കൊണ്ടുപോവാൻ കഴിഞ്ഞിട്ടില്ല. പാർവതിയും ബാലുവും മോനും ഈ ട്രിപ്പിലുണ്ടായിരുന്നു. ഇത് എനിക്ക് ശരിക്കും ആവശ്യമായിരുന്നു. അത്രയേറെ ടെൻഷനായിരുന്നു അനുഭവിച്ചിരുന്നത്. മനസ്സറിഞ്ഞ് കുറേ ചിരിച്ചിരുന്നു അന്ന്. ഇനി എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുമോ എന്നോർത്ത് പേടിയായിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അമ്മ പറയും അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണെന്ന്. എന്നാൽ വലിയൊരു സങ്കടമായിരുന്നു അതിനുശേഷം എന്നെ കാത്തിരുന്നത്. പിറ്റേ ദിവസമായപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിശ്ചിത സമയം കഴിഞ്ഞാൽ എനിക്കും അർജുൻ ചേട്ടനും അങ്ങനെയൊരു തോന്നൽ വരും. വീട്ടിലെ പെറ്റ്സുകളിൽ ബർഫിക്കും നൈലയ്ക്കും വയ്യ എന്ന് പറഞ്ഞ് കോൾ വന്നിരുന്നു. അവരെയും കൂട്ടി ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു. പുറമേ ഒന്നും കാണാനില്ലായിരുന്നു. അവർ ആക്റ്റീവായിരുന്നു. ആശുപത്രിയിൽ പോയി ട്രിപ്പൊക്കെ ഇട്ടിരുന്നു. അവർ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. നിന്ന് കറങ്ങി ചാടിത്തിരിഞ്ഞ് കളിക്കുന്നവരായിരുന്നു അവർ. അവരെയാണ് ഒട്ടും ആക്റ്റീവല്ലാതെ കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു. പിറ്റേന്നും ആശുപത്രിയിൽ പോയിരുന്നു. ആ സമയത്ത് എനിക്കൊരു നെഗറ്റീവ് അടിക്കുന്നുണ്ടായിരുന്നു. പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ കൃത്യമായി എടുത്തിരുന്നു അവർക്ക്. എന്തെന്ന് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ വൈറസ് ബാധയാണെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോഴേക്കും അവർ പോയി. 7 മാസം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയവരാണ് രണ്ടുപേരും. അവർ പോയെന്ന് വിശ്വസിക്കാനാകുന്നില്ല ഇപ്പോഴും. അവർ പോയതോടെ വീടാകെ നിശബ്ദമായി. എല്ലാം അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലെ ചട്ടമ്പികളായിരുന്നു അവർ. എനിക്ക് അവരെ വളർത്തി കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവരെ കാണണമെന്ന് കരുതുന്നു. ഞായറാഴ്ചത്തെ കാര്യങ്ങളൊന്നും മാറ്റിവെച്ചിട്ടില്ലായിരുന്നു.